സ്ക്രാച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സഭാപ്രസംഗന്റെ പുസ്തകത്തിന്റെ ആമുഖ ഭാഗത്തിന്റെയും 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ ഫുട്നോട്ടിന്റെയും ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. സഭാപ്രസംഗകൻ എന്നതിൻ്റെ ഹീബ്രു പദം ഏത്? കൊഹേലത്ത്. സഭാപ്രസംഗകൻ ആര് എഴുതി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദാവീദിന്റെ പുത്രനും ജെറുസലേമിൽ രാജാവുമായവൻ സോളമൻ. സഭാപ്രസംഗകന്റെ രചന ഏത് കാലഘട്ടം? BC 3. BC 3 സഭാപ്രസംഗകൻ ആര് രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം? യഹൂദ ചിന്തകൻ. ഏത് കാലഘട്ടത്തെ യഹൂദ ചിന്തയാണ് ഈ പുസ്തകത്തിൽ പ്രകടമാകുന്നത്? പ്രവാസാനന്തര യഹൂദ ചിന്ത. സഭാപ്രസംഗകനിൽ പ്രകടമാകുന്നത് ഏത് തത്വചിന്തയുടെ സ്വാധീനമാണ്? ഗ്രീക്ക്. സഭാപ്രസംഗകനിൽ സൂചിപ്പിക്കുന്ന യഹൂദ വിപ്ലവം ഏതാണ്? മക്കബായ വിപ്ലവം. മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ്? സഭാപ്രസംഗകൻ. സഭാപ്രസംഗകൻ 1, 2. മിഥ്യകളിൽ മിഥ്യ, സകലവും മിഥ്യ, മിഥ്യകളിൽ മിഥ്യ. ഇതിന് സമാനമായി പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിലെ ഭാഗം ഏത്? റോമ 8:20. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു, സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം. സഭാപ്രസംഗകൻ 1:16. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചു. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും യഥാർത്ഥ രൂപം അനുഭവിച്ചറിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു. ഈ വാക്യത്തിന് സമാനമായി പറഞ്ഞിരിക്കുന്ന രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഭാഗം ഏത്? 1 രാജാക്കന്മാർ 4:29 മുതൽ 31 വരെ. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽ തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യ ദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം. എസ്രാഹ്യനായ ഏഥാൻ, മാഹേലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ്ര തുടങ്ങി എല്ലാവരെയുംക്കാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. സഭാപ്രസംഗകൻ 2:4 മുതൽ 8. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു, തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമെ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി. അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു. ഈ വാക്യങ്ങൾക്ക് സമാനമായി പറയുന്ന പഴയ നിയമ പുസ്തക ഭാഗം ഏത്? 1 രാജാക്കന്മാർ 10 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവന്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിര, കോവർക്കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു. സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു. തൻ്റെ 1400 രഥങ്ങൾക്കും 12,000 കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി. ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി. ദേവദാരു ഷെഫലായിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി. സഭാപ്രസംഗകൻ 2:24 സമാനമായ പുതിയ നിയമഭാഗങ്ങൾ ഏതെല്ലാം? വിശുദ്ധ ലൂക്ക 12:19, 1 കൊറിന്തോസ് 15:32. സഭാപ്രസംഗകൻ 2:24.
തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഈ വാക്യത്തിന് സമാനമായി ലൂക്കാ സുവിശേഷത്തിലെ ഭാഗം ഏത്? ലൂക്ക 12:19. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. സഭാപ്രസംഗകൻ 2:24. തിന്നുകുടിച്ച് സ്വന്തം പ്രയത്നത്തിൽ ആനന്ദിക്കുന്നതിനേക്കാൾ നല്ലതായി മനുഷ്യന് വേറൊന്നില്ല. ഇതും ദൈവകരങ്ങളിൽ നിന്നാണെന്ന് ഞാൻ ഗ്രഹിച്ചു. ഈ വാക്യത്തിന് സമാനമായ ലേഖനത്തിന്റെ ഭാഗം ഏത്? 1 കൊരിന്തോസ് 15:32. മാനുഷികമായി പറഞ്ഞാൽ എഫേസോസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചുപോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. സഭാപ്രസംഗകൻ 3:2. ജനിക്കാൻ ഒരു കാലം, മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം. ഈ വാക്യത്തിന് സമാനമായ ഏശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ വാക്യങ്ങൾ ഏവ? ഏശയ്യാ 28:23 മുതൽ 29 വരെ. എന്റെ സ്വരത്തിന് ചെവി തരുവൻ, ശ്രദ്ധാപൂർവം എന്റെ വാക്കു കേൾക്കുവൻ. വിതയ്ക്കാൻ ഉഴുന്നവൻ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? അവൻ എപ്പോഴും നിലം ഇളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ? നിലം ഒരുക്കി കഴിയുമ്പോൾ അവൻ ചതകപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിവരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ? എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു, അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു. ചതുപ്പ മെതിക്കുവാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിന്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചതകുപ്പയും ജീരകവും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു. ധാന്യം മെതിക്കുമ്പോൾ അത് ചതച്ചു കളയുമോ? ആരും തുടർച്ചയായി മേധിച്ചു കൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച് ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മരണീയവും ജ്ഞാനം മഹോന്നതവുമാണ്. സഭാപ്രസംഗകൻ 3:11. അവിടുന്ന് സമസ്തവും അതതിന്റെ കാലത്ത് ഭംഗിയായിരിക്കത്തക്ക വിധം സൃഷ്ടിച്ചു. മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല. ഈ വാക്യത്തിന് സമാനമായ പുതിയ നിയമഭാഗം ഏത്? റോമ 11:33. ഹാ, ദൈവത്തിന്റെ സമ്പത്തിന്റെയും ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം! അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. സഭാപ്രസംഗകൻ 3:20 സമാനമായ ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഗങ്ങൾ ഏവ? ഉൽപ്പത്തി 2:7. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഉൽപ്പത്തി 3:19. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. സഭാപ്രസംഗകൻ 3:20. എല്ലാം മിഥ്യയാണ്, എല്ലാം ഒരിടത്തേക്ക് പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. ഈ വാക്യത്തിന് സമാനമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം കാണുന്ന വാക്യം ഏത്? ഉൽപ്പത്തി 2:7. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. സഭാപ്രസംഗകൻ 4:3 വാക്യത്തിന് സമാനമായ പഴയ നിയമ പുസ്തകത്തിലെ ഭാഗങ്ങൾ ഏതെല്ലാം? ജോബ്, ജെറമിയ. സഭാപ്രസംഗകൻ 4:3. എന്നാൽ ഇരുകൂട്ടരെയും കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴിൽ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. ഈ വാക്യത്തിന് സമാനമായ ജോബിന്റെ പുസ്തകത്തിലെ ഭാഗം ഏത്? ജോബ് 3:16. പ്രകാശം നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ
ഉൾപ്പെടാത്തത് എന്തുകൊണ്ട്? സഭാപ്രസംഗകൻ 4:3. എന്നാൽ ഇരു കൂട്ടരെയുംകാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ്. ഈ വാക്യത്തിന് സമാനമായ ജെറമിയായുടെ പുസ്തകത്തിലെ ഭാഗം ഏത്? ജെറമിയ 20:18. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനോ? എന്റെ ദിനങ്ങൾ അവമാനത്തിൽ കഴിച്ചുകൂട്ടുന്നതിനോ? സഭാപ്രസംഗകൻ 4:9. രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. ഈ വാക്യത്തിന് സമാനമായ പുതിയ നിയമത്തിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഭാഗം ഏത്? ലൂക്ക 10:1. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. സഭാപ്രസംഗകൻ 5:2. വിവേകശൂന്യമായി സംസാരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. ഈ വാക്യത്തിന് സമാനമായ പുതിയ നിയമത്തിലെ യാക്കോബിന്റെ ലേഖനത്തിലെ ഭാഗം ഏത്? യാക്കോബ് 3:8. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. സഭാപ്രസംഗകൻ 5:4. ദൈവത്തിന് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത്. മൂഢരിൽ അവിടത്തേക്ക് പ്രീതിയില്ല. നേരുന്നത് നിറവേറ്റുക. ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിലെ ഭാഗം ഏത്? നിയമാവർത്തനം 23:22 മുതൽ 24. എന്നാൽ നേർച്ച നേരാതിരുന്നാൽ പാപമാവുകയില്ല. വാക്കു പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. വാഗ്ദാനം ചെയ്തപ്പോൾ സ്വമേധയാ നിന്റെ ദൈവമായ കർത്താവിന് നേരുകയായിരുന്നു. അയൽക്കാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കിഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ചു തിന്നുകൊള്ളുക, എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിലാക്കരുത്. സഭാപ്രസംഗകൻ 5:14. ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു. തന്റെ പുത്രനെ കൊടുക്കാൻ അവന്റെ കൈവശം ഒന്നുമില്ലാതായി. ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? ജോബ് 1:21. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സഭാപ്രസംഗകൻ 5:14. ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു. തന്റെ പുത്രനെ കൊടുക്കുവാൻ അവന്റെ കൈവശം ഒന്നുമില്ലാതായി. ഈ വാക്യത്തിന് സമാനമായ പുതിയ നിയമഭാഗം ഏത്? 1 തിമോത്തിയോസ് 6:7. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. സഭാപ്രസംഗൻ 6:2. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നു. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നില്ല. അന്യൻ അവ അനുഭവിക്കുന്നു. ഇത് മിഥ്യയും തീവ്രവേദനയും ആണ്. ഈ വാക്യത്തിന് സമാനമായ സുവിശേഷ ഭാഗം ഏത്? ലൂക്ക 12:20. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ്വ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? സഭാപ്രസംഗകൻ 6:10. ഉണ്ടായിട്ടുള്ളതിനെല്ലാം പേരിട്ട് കഴിഞ്ഞു. മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് മല്ലിടാൻ അവന് കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? ഉൽപ്പത്തി 1-2 അധ്യായങ്ങൾ. സഭാപ്രസംഗകൻ 6:12. നിഴൽ പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു? സൂര്യന് കീഴിൽ തനിക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയും? ഈ വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗങ്ങൾ എന്തൊക്കെ? 1 ദിനവൃത്താന്തം 29:15. ജോബ് 14:1. സഭാപ്രസംഗകൻ 6:12. ഈ വാക്യത്തിന് സമാനമായ ദിനവൃത്താന്ത പുസ്തകത്തിലെ ഭാഗം ഏത്? 1 ദിനവൃത്താന്തം 29:15. അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും തൽക്കാല വാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാം അസ്ഥിരമാകുന്നു.
സഭാപ്രസംഗകൻ 6:12. ഈ വാക്യത്തിന് സമാനമായ ജോബിലെ ഭാഗം ഏത്? ജോബ് 14:1. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന മർത്യൻ അല്പായുസാണ്, അവന്റെ ദിനങ്ങൾ ദുരിതം നിറഞ്ഞതും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.